ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വിഷയത്തിലെ എക്സാമിന് നിർബന്ധമായിട്ടും നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് എഡിറ്റിംഗ്. നിങ്ങൾക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ചോദ്യം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് അല്ലേ. സോ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കിവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. നിങ്ങൾക്കിവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫിൽ തെറ്റായുള്ള വാക്കുകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ കൂടുതലായും കണ്ടുവരുന്നത് തെറ്റായിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തിട്ടാണ് നൽകുന്നത്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. കാരണം നിങ്ങൾ തെറ്റായിട്ടുള്ള വേർഡ് ഏതാണെന്ന് കണ്ടെത്തേണ്ടി വരുന്നില്ലല്ലോ. സോ നമുക്കിവിടെ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിക്കാം. റീഡ് ദി പാസേജ് ഗിവൺ ബിലോ. ദെയർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. എഡിറ്റ് ദം. താഴെ തന്നിട്ടുള്ള പാസേജ് വായിക്കുക. അതിൽ കുറച്ച് തെറ്റുകളുണ്ട്, അത് തിരുത്തുക. സോ ധ്യാൻ ചന്ദ് ഈസ് വൺ ഓഫ് ഇന്ത്യാസ് ഗ്രേറ്റ് ഹോക്കി പ്ലെയേഴ്സ്. ധ്യാൻ ചന്ദ് ഇന്ത്യയിലെ മഹാനായിട്ടുള്ള ഹോക്കി താരങ്ങളിൽ ഒരാളാണ്. ഇവിടെ ഇന്ത്യാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് തെറ്റായിട്ടാണല്ലേ തന്നിട്ടുള്ളത്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാരണം എന്താണ്? ഇന്ത്യ എന്നുള്ളത് രാജ്യത്തിൻ്റെ പേരാണ്. രാജ്യത്തിൻ്റെ പേര് എഴുതുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതേണ്ടത്. അതായത് ഇവിടെ ഐ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സ്മോൾ ലെറ്ററിലാണ്. ഇവിടെ ഇന്ത്യ എന്ന് എഴുതുമ്പോൾ ഐ നിങ്ങൾ ക്യാപിറ്റൽ എഴുതണം. അതാണ് ഇവിടെയുള്ള തെറ്റ്. നിങ്ങൾ രാജ്യങ്ങളുടെ പേര് എഴുതുമ്പോൾ, സംസ്ഥാനങ്ങളുടെ പേര് എഴുതുമ്പോൾ, അതായത് ഇന്ത്യ, കേരള, ഡൽഹി എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ എന്താണ് സെൻറ്റൻസിൻ്റെ നടുവിലാണെങ്കിലും ക്യാപിറ്റൽ ലെറ്ററിലാണ് ആദ്യ അക്ഷരം എഴുതേണ്ടത്. അടുത്ത സെൻറ്റൻസ് വായിക്കാം. ചന്ദ് ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ ഹിസ് അച്ചീവ്മെൻറ്റ്സ് ഓൺ ദി ഒളിമ്പിക്സ്. ധ്യാൻ ചന്ദ് ഒളിമ്പിക്സിലെ തൻ്റെ നേട്ടങ്ങൾ കാരണം കൂടുതൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. ഇവിടെ ഓൺ എന്ന വേർഡ് തെറ്റാണെന്ന് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓൺ എന്ന വാക്കിന് പകരം ഇവിടെ എന്താണ് വരിക? ഇവിടെ ഒളിമ്പിക്സിൽ എന്ന അർത്ഥമാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻ ദ ഒളിമ്പിക്സ് എന്നാണ് എഴുതുക. ഒളിമ്പിക്സിലെ ഒരുപാട് നേട്ടങ്ങൾ കാരണം ചന്ദ് കൂടുതൽ അറിയപ്പെട്ട ആളാണ്, ഓർക്കപ്പെട്ട ആളാണെന്നാണ്. ഓക്കെ, സോ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഓൺ എവിടെയാണ് വരിക? ഒരു ഡേറ്റിൻ്റെ മുൻപേ നിങ്ങൾ ഓണാണ് എഴുതേണ്ടത്. ഒരു ഡേറ്റ് എക്സാമ്പിൾ പറയാണ്, ഓൺ മാർച്ച് 17 എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ് ആണല്ലേ, അവിടെ നിങ്ങൾ ഓണാണ് ഉപയോഗിക്കുക. പിന്നെ ഒരു ദിവസം പറയുന്നതിന് മുൻപേ ആയിട്ടും നിങ്ങൾ ഓണാണ് ഉപയോഗിക്കുക. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ എന്നൊക്കെയാണ് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ. ഇനി അടുത്ത സെൻറ്റൻസ് വായിക്കാം. ഹീ ഹെൽപ്ഡ് ഹെർ ടീം സെക്യൂർ ഗോൾഡ് മെഡൽസ് ഇൻ എ ഇയേഴ്സ് 1928, 1932 and 1936. ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സെൻറ്റൻസിൽ 2 തെറ്റുകളുണ്ട്. ആദ്യത്തെ തെറ്റ് നമുക്ക് നോക്കാം. ഹീ ഹെൽപ്ഡ് ഹെർ ടീം എന്നാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമിനെ സഹായിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. പക്ഷെ ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നാണ്. ഹെർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അവളുടെ എന്നാണ്. നമുക്കിവിടെ വേണ്ടത് എന്താ? അവൻ്റെ, അദ്ദേഹത്തിൻ്റെ എന്നാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഹിസ് എന്നാണ്. ഹെറിന് എവിടെയാണ് ഉപയോഗിക്കുക? അവളുടെ ബാഗ്, ഹെർ ബാഗ്. അവളുടെ ബുക്ക്, ഹെർ ബുക്ക് എന്നാണ്. അവളുടെ എന്ന അർത്ഥം വരാനാണ് നമ്മൾ ഹെർ എന്ന് ഉപയോഗിക്കുക. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത തെറ്റാണ്. ഇൻ എ ഇയേഴ്സ് എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എ തെറ്റാണ്. എക്ക് പകരം എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഒരു ആണ് അല്ലേ. ഇവിടെ വർഷങ്ങൾ എന്നുണ്ട്. ഇയേഴ്സ് എന്ന് പറയുമ്പോൾ വർഷങ്ങൾ അല്ലേ. വർഷങ്ങളുടെ മുൻപേ ആയിട്ട് എ ഒരിക്കലും വരില്ല. അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദ എന്ന ആർട്ടിക്കിളാണ്. ഇൻ ദ ഇയേഴ്സ് 1928, 1932 and 1936 എന്നാണ്. ഇവിടെ കൃത്യമായിട്ട് ഒരു കാലയളവ് പറയുന്നുണ്ട് അല്ലേ, ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ദ എന്നാണ് ഉപയോഗിക്കുക. ഇൻ ദ ഇയേഴ്സ് എന്നാണ്. മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഡ്യൂറിങ് ഹിസ് ടൈം ഇന്ത്യ വാസ് ഡോമിനൻ്റ് വെരി ഇൻ ഹോക്കി.
ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഹോക്കിയിൽ വളരെയധികം ആധിപത്യം പുലർത്തിയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഡൊമിനൻ്റ് വെരി എന്നാണ് തന്നിട്ടുള്ളത്, അത് തെറ്റാണ്. വെരി ഡൊമിനൻ്റ് വളരെയധികം ആധിപത്യം പുലർത്തിയിരുന്നു എന്നാണ്. വെരി ഡൊമിനൻ്റ് എന്നാണ് ഇത്. അത് തിരിച്ചിട്ടാണ്, 2 വേർഡ്സ് തിരിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. വെരി എന്നാണ് ആദ്യം വരുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എഡിറ്റിങ്ങിൻ്റെ മറ്റൊരു ചോദ്യം കൂടി നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. തെറ്റായിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്കിവിടെ ബ്രാക്കറ്റിലാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. നമുക്കിത് വായിക്കാം. ആദ്യം, മൈ ഫാദർ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ ഇൻ കോഴിക്കോട്. എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്. ഇവിടെ മൈ എന്ന വാക്ക് തെറ്റാണല്ലോ അല്ലേ? എന്താണ് മൈ? എൻ്റെ അച്ഛൻ, മൈ ഫാദർ. മൈ ഇവിടെ എന്താണ് മൈക്കുള്ള മിസ്റ്റേക്ക്? എം ഇവിടെ ഒരു സെൻറ്റൻസ് തുടങ്ങുകയാണല്ലേ. സോ ഫസ്റ്റ് ലെറ്റർ എം ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അതാണ് ഇവിടെയുള്ള തെറ്റ്. എം എന്നുള്ളത് ക്യാപിറ്റലിൽ എഴുതണം. ഫസ്റ്റ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റലിലാണ് തുടങ്ങേണ്ടത്. അടുത്തത് ഫാദർ വർക്ക് എന്നാണ്. ഫാദർ വർക്ക്സ് എന്നാണ് വരിക. അവിടെ ഒരു സബ്ജക്റ്റ് ഫാദർ എന്നുള്ള സിംഗുലർ ആണ്. സോ വെർബും സിംഗുലർ ആയിരിക്കണം. സോ നിങ്ങൾ അവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു എസ് ഇട്ടെടുക്കണം. വർക്ക്സ് എന്നാണ് വരിക. അടുത്തത് കോഴിക്കോട് എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ ഒരു പേരാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ക്യാപിറ്റൽ എഴുതണം. കോഴിക്കോടിൻ്റെ കെ ക്യാപിറ്റൽ ആയിരിക്കണം. അടുത്തത് ഹീ ഗോ ടു വർക്ക് ബൈ ബസ് എവറി ഡേ. അദ്ദേഹം എല്ലാ ദിവസവും ബസ്സിലാണ് ജോലിക്ക് പോകുന്നത്. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് അല്ലേ. സോ നമ്മളിവിടെ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. ഗോ എന്നല്ല. ഗോൻ്റെ സിമ്പിൾ പ്രസൻറ്റ് എന്താണ്? ഗോസ് എന്നാണ്. ഹീ ഗോസ് ടു വർക്ക് ബൈ ബസ് എവറി ഡേ. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് അല്ലേ. സോ ഇവിടെ ഹീ ഗോസ് എന്നാണ് വരിക. അടുത്തത് യെസ്റ്റർഡേ ഹീ കം ഹോം വെരി ലേറ്റ് ബിക്കോസ് ദർ വാസ് മെനി പേഷ്യൻറ്റ്. ഇന്നലെ അദ്ദേഹം വീട്ടിലെത്തിയത് ലേറ്റ് ആയിട്ടാണ്. ഇന്നലെ നടന്നൊരു കാര്യമാണ് അല്ലേ. ഇന്നലെ വന്നത് എന്നാണ് പറയേണ്ടത്. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. വന്നു എന്നാക്കണമെങ്കിൽ കമ്മിൻ്റെ പാസ്റ്റ് ഏതാണ്? കെയിം അല്ലേ. ഇവിടെ ഹീ കെയിം ഹോം എന്നാണ്. വീട്ടിലെത്തിയത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഇന്നലെ സംഭവിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ പാസ്റ്റ്, കമ്മിൻ്റെ പാസ്റ്റ് എന്താണ്? കെയിം ആണ്. അവിടെ കെയിം എന്ന് എഴുതണം. പിന്നെ അടുത്ത അവിടെ തെറ്റുണ്ട്. ദർ വാസ് മെനി പേഷ്യൻസ് എന്നാണ്. അവിടെ കുറേ പേഷ്യൻസ്, കുറേ രോഗികൾ ഉണ്ടായിരുന്നു. ഇതും ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നലെ അവിടെ കുറേ രോഗികൾ ഉണ്ടായിരുന്നു എന്നാണ്. വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഈസിൻ്റെ പാസ്റ്റ് ആണ് വാസ്. നമുക്കിവിടെ കുറേ പേഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലൂരൽ ആണ് വേണ്ടത്. ആറിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള വേറാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ഓക്കെ, ഇനി സീരിയസ് എന്ന വേർഡ് തെറ്റാണ്. എന്താണ് അവിടെയുള്ള തെറ്റ്? എബൌട്ട് എ സീരിയസ് ആക്സിഡൻറ്റ് എന്നാണ് പറയുക. ഇവിടെ ഓർഡർ തെറ്റാണ്. ആദ്യം സീരിയസ് എന്നാണ് വരിക. അടുത്തത് ദ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് വാസ് വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഇവിടെ ഡോക്ടേഴ്സിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. DOCTORS എന്നാണ് വരിക. നേഴ്സസ് വാസ് വെരി കൈൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാസ് എന്നുള്ളത് സിംഗുലർ ആണ്. ഇവിടെ ഡോക്ടേഴ്സും നേഴ്സസും കുറേ ആൾക്കാരുണ്ട്. നമുക്ക് പ്ലൂറൽ ആണ് ഇവിടെ എഴുതേണ്ടത്. വേറാണ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഹെൽപ്ഫുള്ളിൻ്റെ സ്പെല്ലിങ്ങും തെറ്റാണ്. 2 L വേണ്ട. HELPFUL എന്നാണ്. എന്തൊക്കെയാണ് ഇവിടെയുള്ള മിസ്റ്റേക്ക് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണേ. കറക്റ്റായിട്ടുള്ള നമ്മുടെ പാസേജ് ഇതാണ്. നമുക്കൊന്ന് വായിക്കാം. മൈ ഫാദർ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ ഇൻ കോഴിക്കോട്. ഹി ഗോസ് ടു വർക്ക് ബൈ ബസ് എവറി ഡേ. യെസ്റ്റർഡേ ഹി കെയിം ഹോം വെരി ലേറ്റ് ബിക്കോസ് ദർ വേർ മെനി പേഷ്യൻസ്. He told us about a serious accident. The doctors and nurses were very kind and helpful.